ശ്രീ സജി ചെറിയൻ. സാർ, നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ട് വരുന്നതോടുകൂടി നിലവിൽ തന്നെ ഒരുപാട് ആളുകളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നമ്മൾ ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് ഒരു കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ 13,000 കോടി രൂപ അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണ്. അപ്പോൾ ഒരുപാട് സ്ഥലം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. സാർ, അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൺജസ്റ്റഡ് ആണ്. വളരെ 1-2 സെൻറ്റ് സ്ഥലങ്ങളാണ് മത്സ്യത്തൊഴിലാളി മുഴുവൻ താമസിക്കുന്നത്. അവർക്ക് എത്ര നമ്മൾ സപ്പോർട്ട് ചെയ്താലും പരിമിതികളുണ്ട്. അവർക്ക് ഇനി അവിടെ താമസിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഒരുപാട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. ഒരു പ്രത്യേക പുനരധിവാസ പാക്കേജ്, അതായത് കെട്ടിടം കെട്ടിക്കൊടുത്ത് നല്ല സൗകര്യത്തോടു കൂടി ഭൂമി ഏറ്റെടുത്ത് അവർക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒരു പ്രത്യേക പാക്കേജ് ഇതിനകത്ത് വരുന്നില്ല. നമ്മുടെ ഈ നിലവിലുള്ള നമ്മുടെ ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഒരു പ്രത്യേക പാക്കേജ് തൊഴിലാളിക്ക് വേണ്ടി ഉണ്ടാക്കാൻ ശ്രമിക്കും. മുഖ്യമന്ത്രി സർ, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ലോകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ വികസനത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്, ഡെവലപ്മെൻറ്റിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. സർ, ഓരോ പ്രദേശത്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ഡെവലപ്മെൻറ്റ് വിക്ടിംസ് എന്ന് പറയുന്ന വികസനത്തിൻ്റെ ഇരകൾ ഉണ്ടാകുന്നുണ്ട്. ഓരോ വികസന പാക്കേജിനോടൊപ്പം ആ വികസനത്തിൻ്റെ ഇരകളെ, ഡെവലപ്മെൻറ്റ് വിക്ടിംസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാകണം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ പ്രത്യേകമായി 475 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് വെച്ചത്. നമുക്കറിയാം, ഇത് ക്ലൈമറ്റ് ചേഞ്ച് വന്നതിന് ശേഷം തീരെ ശോഷണം ഉണ്ടാകുകയാണ്. ഇപ്പോൾ ഒരു പ്രദേശത്ത് 14,000 മീറ്റർ ദൂരത്തിൽ ഒരു ഭിത്തി വരുമ്പോൾ, കടൽ ഭിത്തിയാണ് വരുന്നത് പോർട്ടിൻ്റെ ഭാഗമായിട്ട്, അത്രയും പ്രദേശത്ത് കടലാക്രമണം ഉണ്ടാവില്ല. പക്ഷേ ബാക്കിയുള്ള ഭാഗത്തേക്കുള്ള കടലാക്രമണം രൂക്ഷമാകുകയും ചെയ്യും. അതൊരു സാധ്യതയാണ്. അപ്പോൾ ഞാൻ തന്നെ ഈ നിയമസഭയിൽ വന്ന് വലിയ തുറയിൽ സിമൻറ്റ് ഗോഡൗണിൽ കടന്നിരുന്ന കുടുംബങ്ങളെക്കുറിച്ച് ഈ നിയമസഭയിൽ വന്ന് കൈകൂപ്പി സംസാരിച്ചിട്ടുണ്ട്, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണമെന്ന്. ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഏത് ഡെവലപ്മെൻറ്റ് ഉണ്ടായാലും അതിനോടനുബന്ധിച്ച് ഡെവലപ്മെൻറ്റ് വിക്ടിംസ് ഉണ്ടായാൽ അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനം തന്നെയായിരിക്കും. ഈ വിഴിഞ്ഞം, അതാണ് പോർട്ട് സിറ്റി അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഗവൺമെൻറ് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ പോർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ 1/3 ഭാഗമെങ്കിലും തീരപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാരുടെ മക്കൾക്ക് കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. നമുക്കെന്താ ഒരു അഡ്വാൻറ്റേജ്? നമ്മുടെ ഏത് ഗ്രാമത്തിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ കിട്ടും, മെക്കാനിക്കൽ എഞ്ചിനീയറെ കിട്ടും, ഒരു MBA കിട്ടണോ? കിട്ടും. MCA വേണോ? എല്ലാ വിദ്യാഭ്യാസ യോഗ്യതയുള്ളതും ടാലൻറ്റ് ഉള്ളതുമായ ആളുകൾ നമ്മുടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരേ അവസരത്തിൽ ഏത് സ്ഥലത്ത് വികസനം വന്നാലും ആ വികസനം നടക്കുന്ന സ്ഥലത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിനു കൂടി മാറ്റമുണ്ടാകണം എന്നുള്ള ഒരു ഉദ്ദേശം ഈ ഗവൺമെൻറ്റിനുണ്ടാകും. ആ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സങ്കടങ്ങളോടൊപ്പം കൂടെ നിൽക്കുകയും അവരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും.